എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ്. എന്താണ് ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ? അനാരോഗ്യകരമായ ജീവിതശൈലി രീതികൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അനാരോഗ്യകരമായ ജീവിതശൈലി രീതികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2005-ലാണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ദുരുപയോഗം, ഇതൊക്കെ എന്തിന് കാരണമാകും? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. എന്തൊക്കെയാണ്? വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇതിന്റെയൊക്കെ ദുരുപയോഗമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഇനി കുറച്ച് ജീവിതശൈലി രോഗങ്ങൾ നോക്കാം. ഒന്ന് പ്രമേഹമാണ്. ഇൻസുലിന്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയാം. ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് എന്ത്? പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ്. രണ്ടു തരം ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. അപ്പൊ പ്രമേഹം എത്ര തരം ഉണ്ടെന്ന് വെച്ചാൽ 2 തരമുണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം എന്താണ്? ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എന്ന ഹോർമോൺ സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദികളായ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ശരീരത്തിന്റെ സ്വന്തം പ്രതിരോധ സംവിധാനം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. അപ്പം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ്. ഈ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. അപ്പം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ കോശങ്ങളാണ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹം സാധാരണയായി കുട്ടികളിലും യുവാക്കളിലുമാണ് കാണപ്പെടുന്നത്. അപ്പം കുട്ടികളിലും യുവാക്കളിലുമാണ് ടൈപ്പ് 1 പ്രമേഹം കാണപ്പെടുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ബാധിക്കാം. എന്നാൽ കൂടുതലായും ഇത് കാണപ്പെടുന്നത് കുട്ടികളിലും അതുപോലെ യുവാക്കളിലുമാണ്. എന്താണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം? ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോഴോ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ പ്രതിരോധിക്കുമ്പോഴോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു. ഇതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അതായത് പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാൻക്രിയാസ് എന്ത് ചെയ്യും? ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാതിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഇൻസുലിനെ പ്രതിരോധിക്കുമ്പോൾ, ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനെ പ്രതിരോധിക്കുമ്പോഴോ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് എന്ത് ചെയ്യും? കൂടും. ഇതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അതായത് ഇൻസുലിൻ പ്രതിരോധത്തിന്റെയും ഇൻസുലിന്റെ കുറവിന്റെയും പശ്ചാത്തലത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ഇത് കൂടുതലും കണ്ടുവരുന്നത് പ്രായമായവരിലാണ്. അപ്പൊ പ്രായമായവരിൽ കണ്ടുവരുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഇനി പ്രമേഹം മൂലം കണ്ണിലെ പ്രകാശഗ്രാഹികളായ റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ പ്രമേഹം മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയെ നമ്മൾ പറയുന്നത് എന്താണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ്. പ്രമേഹം മൂലം എന്ത് ചെയ്യും? കണ്ണിലെ പ്രകാശഗ്രാഹികളായ റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇതുമൂലം കാഴ്ച നഷ്ടമാവുകയും ചെയ്യും. ഈ അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. എന്താണ്? പ്രമേഹം മൂലം റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് കേടുപാട് സംഭവിച്ച് കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇനി അടുത്ത ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ.
കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? മദ്യപാനമാണ്. അമിതമായി മദ്യപിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ. അതുപോലെ തന്നെ അമിതവണ്ണവും ടൈപ്പ് 2 പ്രമേഹവും എന്തിന് കാരണമാകുന്നുണ്ട്? ഫാറ്റി ലിവറിന് കാരണമാകുന്നുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് മദ്യപാനം തന്നെയാണ്. മദ്യപിക്കുന്നതിലൂടെ കരളിൽ എന്താണ്? കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അടുത്തൊരു ജീവിതശൈലി രോഗമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത്. ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തിന് കാരണം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടുന്നത് വഴി അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഇതുവഴിയാണ് എന്ത് സംഭവിക്കുന്നത്? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം സംഭവിക്കുന്നത്. അപ്പൊ രക്തക്കുഴലുകൾ പൊട്ടുന്ന വഴിയോ രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുന്നത്. അതായത് മസ്തിഷ്കത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയോ ആ ഭാഗം പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുമ്പോൾ മസ്തിഷ്ക ഭാഗത്താൽ, അതായത് ഈ തകരാറിലാകുന്ന മസ്തിഷ്ക ഭാഗത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരഭാഗത്തിന്റെ പ്രവർത്തനം എന്തു ചെയ്യും? നിലയ്ക്കും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം സംഭവിക്കുന്നത്. അതായത് രക്തക്കുഴലുകൾ പൊട്ടുന്നത് വഴി അല്ലെങ്കിൽ രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. ഈ പക്ഷാഘാതം എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ്. ഇനി അടുത്ത ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അമിത രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പടിഞ്ഞുകൂടി രക്തധമനികളുടെ വ്യാസം, ഇലാസ്തികത എന്നിവ നഷ്ടപ്പെടുകയും ധമനികളുടെ പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം. അപ്പോൾ കൊഴുപ്പടിഞ്ഞുകൂടി എന്ത് ചെയ്യും? രക്തധമനികളുടെ വ്യാസവും ഇലാസ്തികതയും കുറയും. അപ്പം കൊഴുപ്പടിഞ്ഞുകൂടി രക്തധമനികളുടെ വ്യാസവും ഇലാസ്തികത എന്നിവ നഷ്ടപ്പെടുകയും അപ്പം ധമനികളുടെ പ്രവർത്തനക്ഷമത എന്ത് ചെയ്യും? കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അതായത് സാധാരണ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം. അപ്പൊ സാധാരണ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് അമിത രക്തസമ്മർദ്ദം. അപ്പൊ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദം. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്നാണ് മെയ് 17. അപ്പൊ ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്നു ചോദിച്ചാൽ എന്താണ്? മെയ് 17. അടുത്ത ഒരു ജീവിതശൈലി രോഗമാണ് ഹൃദയാഘാതം. ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. അതായത് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകളാണ് കൊറോണറി ധമനികൾ. അപ്പൊ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്നത് കൊറോണറി ധമനികളാണ്. ഈ കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അപ്പം രക്തത്തിന്റെ ഒഴുക്ക് അവിടെ തടസ്സപ്പെടുകയും ചെയ്യും. അപ്പൊ ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അപ്പൊ രക്തത്തിന്റെ ഒഴുക്ക് അവിടെ എന്ത് ചെയ്യും? തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയെ പറയുന്നതാണ് ഹൃദയാഘാതം. ഇനി എന്താണ് അഞ്ജിന പെക്ടോറിസ്? അഞ്ജിന പെക്ടോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന കഠിനമായ നെഞ്ചുവേദന. അപ്പൊ ഹൃദയപേശികൾക്ക് എന്താണ്? ആവശ്യമായ ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ ലഭ്യമല്ലാതെ വരുമ്പോൾ നമുക്ക് എന്താണ്? നെഞ്ചിലൊരു വളരെ വലിയൊരു വേദന അനുഭവപ്പെടാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഈ അവസ്ഥയാണ് അഞ്ജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ജീവിതശൈലി രോഗമാണ് ക്യാൻസർ. ശരീരത്തിലെ ചില കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അപ്പൊ ശരീരത്തിലെ ചില കോശങ്ങൾ എന്താണ്? അനിയന്ത്രിതമായി വളരുകയും എന്നിട്ട് അത് ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഈ രോഗത്തെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസറിന് കാരണം എന്ന് പറയുന്നത് ഓങ്കോജീനുകളാണ്. ക്യാൻസറിന് കാരണം ഓങ്കോജീനുകളാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓങ്കോളജി. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4.
അതുപോലെ തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ് അതിറോസ്ക്ലിറോസിസ്, അമിതവണ്ണം, ആർത്രൈറ്റീസ്. ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്